പടമോടാതായപ്പോൾ ദിവസവും വിളിച്ചിരുന്നവർ വിളിക്കാതായി. പഴയ സ്നേഹമില്ലാതായി. മനസ്സു തുറന്ന് സൈജുക്കുറുപ്പ്. മോഹിനിയാട്ടത്തിലൂടെ മിന്നും വിജയം നേടിയിരിക്കുകയാണ് സൈജുക്കുറുപ്പ്. ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗമായ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും വിജയം നേടിയിരുന്നു. പിന്നാലെ OTT റിലീസിനായി തയ്യാറെടുക്കുകയാണ് ചിത്രം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തന്നെ തേടിയെത്തിയ വിജയമാണ് മോഹിനിയാട്ടമെന്നാണ് സൈജുക്കുറുപ്പ് പറഞ്ഞത്. തന്റെ കരിയറിൽ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയിട്ടുള്ള നടനാണ് സൈജുക്കുറുപ്പ്. ഹരിഹരൻ ഒരുക്കിയ മയൂഖമായിരുന്നു ആദ്യ സിനിമ. പ്രതീക്ഷയോടെ വന്ന ചിത്രം പക്ഷേ പരാജയപ്പെട്ടു. ആ പരാജയം തന്നെ പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സൈജുക്കുറുപ്പ്. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സൈജു മനസ്സു തുറന്നത്. സിനിമയിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഒരുപാടുണ്ട്. ഹരിഹരൻ എന്ന ലെജൻഡറി സംവിധായകന്റെ ചിത്രത്തിലൂടെയാണല്ലോ അരങ്ങേറ്റം. അപ്പോൾ ആളുകൾ കാണിച്ച സ്നേഹം കണ്ട് മതി മറന്നു. പടം ഓടാതെ വന്നപ്പോൾ ദിവസവും വിളിച്ചുകൊണ്ടിരുന്നവരൊന്നും വിളിക്കാതായി. പഴയ സ്നേഹമൊക്കെ ഇല്ലാതായി. എല്ലായിടത്തും വിജയത്തിനാണ് വില. അത് മാത്രമേ കണക്കിലെടുക്കൂ. പരാജയപ്പെട്ടാലും പൊളിഞ്ഞാലും നമ്മളെ അംഗീകരിച്ച് കൂടെ നിൽക്കാൻ വളരെ കുറച്ചാൾക്കാരെ ഉണ്ടാകൂ എന്നൊക്കെ മനസ്സിലായി തുടങ്ങി സൈജുക്കുറുപ്പ് പറയുന്നു. ഞാൻ മിഥുൻ ചക്രവർത്തിയുടെ വലിയ ആരാധകനാണ്. മിക്ക സിനിമകളിലും അദ്ദേഹത്തിന് പാവപ്പെട്ടവന്റെ വേഷമായിരിക്കും. ഒരു പടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗുണ്ട്: എനിക്ക് ജീവിതത്തിൽ കാശൊന്നും വേണ്ട, കാശില്ലെങ്കിൽ എന്താ, എനിക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ എന്നോ മറ്റോ ആണ്. പഠിത്തത്തിൽ ഉഴപ്പിയതിന് ഗുണദോഷിച്ച അച്ഛനോട് ഞാൻ ഈ ഡയലോഗ് പറഞ്ഞു. അന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വഴക്കിന് കണക്കില്ല. അച്ഛൻ എന്താണ് ഇങ്ങനെ എന്നാണ് അപ്പോൾ തോന്നിയത്. തിരിച്ചറിവുണ്ടാകാൻ കുറേ കാലമെടുത്തു എന്നും അദ്ദേഹം പറയുന്നു.